നരേന്ദ്രമോദി സർക്കാരിന്റെ തുടർച്ചയായ മൂന്നാം ഊഴത്തിലെ സുപ്രധാനമായ മൂന്നാം ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുത്തൻ ദിശാബോധം നൽകുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അതിവേഗ റെയിൽ ഗതാഗതം നിർണായകമാണെന്ന് വിലയിരുത്തിക്കൊണ്ട് 7 പുതിയ ഹൈസ്പീഡ് റെയിൽ കോറിഡോറുകൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. രാജ്യത്തെ പ്രമുഖ മെട്രോ നഗരങ്ങളെയും വാണിജ്യ കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ അതിവേഗ പാതകൾ യാത്രാ സമയത്തിൽ വലിയ കുറവ് വരുത്തുമെന്നും സമ്പദ് വ്യവസ്ഥയ്ക്ക് പുത്തൻ ഉണർവ് നൽകുമെന്നും അവർ വ്യക്തമാക്കി. മുംബൈ പൂനെ ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു എന്നീ ദക്ഷിണേന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ക്ലസ്റ്ററുകൾക്കൊപ്പം ദില്ലി വാരണാസി സിലിഗുരി എന്നീ സുപ്രധാന റൂട്ടുകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. എന്നാൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഈ അതിവേഗ റെയിൽ പദ്ധതികളുടെ പട്ടികയിൽ കേരളത്തിന് ഇടം പിടിക്കാനായില്ല എന്നത് വലിയ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നു. ധനമന്ത്രി പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനിടെ കേരളത്തിന്റെ പേര് പരാമർശിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ എംപിമാർ സഭയിൽ കേരളം എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന കാഴ്ചകൾക്കും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. കേരളം കാത്തിരുന്ന സിൽവർ ലൈൻ പോലുള്ള പദ്ധതികൾക്കോ അല്ലെങ്കിൽ നിലവിലുള്ള പാതകളുടെ നവീകരണത്തിനോ ഉള്ള പ്രത്യേക പരാമർശങ്ങൾ റെയിൽവേ വിഹിതത്തിൽ ഉണ്ടാകാത്തത് സംസ്ഥാനത്തോടുള്ള അവഗണനയാണെന്ന ആരോപണവും ശക്തമാകുകയാണ്.